നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്ന വിഷയം ബോച്ചയുടെ അറസ്റ്റും ഹണി ട്രാപ്പും പിന്നെ നാം അറിയാത്ത പുതിയ കാര്യങ്ങളും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു. ഒരു ഞെട്ടലോടെയും അത്ഭുതത്തോടെയുമാണ് നാം ആ വാർത്ത ശ്രവിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ കോടീശ്വരനായ ഒരു വ്യവസായ പ്രമുഖറിന് ഇങ്ങനെയൊരു അറസ്റ്റോ? നടി ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ച് അപമാനിച്ചു എന്നതാണ് ബോബി ചെമ്മണ്ണൂരിന് എതിരെയുള്ള കേസ്. ഇത്ര സിമ്പിളായൊരു പ്രശ്നത്തിന് ഇത്ര വലിയ അറസ്റ്റോ? നാം ചിന്തിച്ചു പോകും. അങ്ങനെയെങ്കിൽ ഇതിനു മുന്നേ എത്രയോ വലിയ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ബോബി ചെമ്മണ്ണൂരിന് എതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പോഴൊന്നും സംഭവിക്കാത്ത അറസ്റ്റ് ഇപ്പോൾ സംഭവിക്കാൻ എന്താണ് കാരണം? സ്വന്തം കൊച്ചുമകളുടെ പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയെ ബൈക്കിന് പുറകിലിരുത്തി ഇപ്പോൾ ഞങ്ങൾ പോകുന്നു, തിരിച്ചു വരുമ്പോൾ കപ്പടിച്ച് ഞങ്ങൾ വരുമ്പോൾ 3 പേരുണ്ടാവും. എത്ര വലിയ ദ്വയാർത്ഥ പ്രയോഗമാണത്! ആ സംഭവത്തിൽ അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? അന്നൊന്നും സംഭവിക്കാത്ത അറസ്റ്റും കാര്യങ്ങളും ഇപ്പോൾ ഇത്ര പെട്ടെന്ന് സംഭവിക്കാൻ എന്താണ് കാര്യം? അതിൻ്റെ കാരണങ്ങളിലേക്കാണ് ഞാനിപ്പോൾ കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ എത്ര വലിയ മനുഷ്യ സ്നേഹിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ എത്രയെത്ര ചാരിറ്റി ട്രസ്റ്റുകളും ഫ്രീ ഭക്ഷണശാലകളുമാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. റഹീം എന്നൊരു മനുഷ്യനെ ഗൾഫ് ഭരണകൂടത്തിൻ്റെ തൂക്കുകയറിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ ഇടപെട്ട് മുന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഭീമമായ സംഖ്യ സമ്പാദിച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിച്ചത്. അദ്ദേഹം തൻ്റെ വിവിധ സ്ഥാപനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുവാൻ ഇത്ര വലിയ ഉസാറ് കാണിച്ച പിണറായി ഗവൺമെൻറ്റിന് അതിന് കഴിയുന്നുണ്ടോ? ഒരു ഭീകരജീവിയെപ്പോലെ പുലർച്ചെ പോയി അറസ്റ്റ് രേഖപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടുവരുവാൻ ബോബി ചെമ്മണ്ണൂർ അത്ര വലിയ പാതകമൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആരെയും പറ്റിച്ചിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ജനപ്രതിനിധികളും നടന്മാരും ആരോപണങ്ങളിൽപ്പെടുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുവാൻ എന്തേ ഗവൺമെൻറ് ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല? ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകുകയും ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗവൺമെൻറ് കാണിക്കുന്നത് കടുത്ത അനീതിയാണ്. ഇനി ഹണി റോസിലേക്ക് വരാം. ഇത്ര പെട്ടെന്ന് അവർ പ്രകോപിതയാകുവാൻ എന്താണ് കാരണം? ഇതിനു മുന്നേയും ബോച്ചയുടെ പല ഉദ്ഘാടന ചടങ്ങുകളിലും അവർ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ഇഴുകിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും സംഭവിക്കാത്ത പ്രകോപന അവസ്ഥ ഇപ്പോൾ സംഭവിക്കുവാൻ എന്താണ് കാരണം? ഹണി റോസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവർ ഇപ്പോൾ വല്ലാത്ത ഒരു ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്. അവർ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി പരാതി നൽകിയിട്ടുണ്ടാവാം. ഗവൺമെൻറ്റിൻ്റെ തെറ്റായ വിഷയങ്ങൾ ജനങ്ങളും തിരിച്ചുവിടുവാൻ ഒരു മാർഗം തേടിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഹണി റോസിൻ്റെ പരാതി പെട്ടെന്ന് സ്വീകരിക്കുന്നു. ബോച്ചയെ അറസ്റ്റ് ചെയ്യുവാൻ ഉത്തരവിറക്കുന്നു. ബോച്ചെ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ജനങ്ങളുടെ ശ്രദ്ധ ഹണി റോസ് ബോച്ചെ വിഷയത്തിലേക്കായി. ശരിക്കും പല ആൾ ദൈവങ്ങൾക്കും സംഭവിച്ചതുപോലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഹണി റോസിന് സംഭവിച്ചിരിക്കുന്നത്. കുറച്ച് പേർ ചേർന്ന് പ്രൊമോട്ട് ചെയ്ത് ഒരു ആൾ ദൈവത്തെ രംഗത്തിറക്കുന്നു. ആൾ ദൈവം
ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഊരിപ്പോരുക അവർക്ക് അസാധ്യമാണ്. ഹണി റോസിനെ പറഞ്ഞു മയക്കി ബോച്ചയ്ക്കെതിരെ രംഗത്തിറക്കുന്നു. ബോച്ചെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സംഗതി വിവാദമായി. ബോച്ചെ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും സോഷ്യൽ മീഡിയയും ജനങ്ങളും അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹണി റോസിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വളരെ തുച്ഛമാണ്. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹണി റോസ് ശരിക്കും പെട്ടിരിക്കുകയാണ്. ബോച്ചെ പ്രശ്നം മൂലം ഇനിയുള്ള അവരുടെ ഭാവി സിനിമാ കരിയർ, ഇതിൽ നിന്നും ഊരിപ്പോരുക അവർ വിചാരിച്ചാലും പെട്ടെന്ന് സാധ്യമല്ല. ഒരു നീരാളിയെപ്പോലെ ഒരുപാട് കരങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഈ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ബോച്ചയെ അധികകാലം ജയിലിൽ ഇട്ട് പീഡിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് എല്ലാവരുടെയും വ്യാമോഹമാണ്. അദ്ദേഹം കൂടുതൽ ജനപ്രിയനായി തിരിച്ചു വരിക തന്നെ ചെയ്യും. തന്നെ ദ്രോഹിച്ചവർക്കെതിരെ പോരാടുവാൻ അദ്ദേഹം അടുത്ത ഇലക്ഷനിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പരിപാടിയുണ്ടെന്ന് കേൾക്കുന്നു. ഓക്കെ, നിർത്തുന്നു. നന്ദി, നമസ്കാരം.